Glory to God. Greetings in the name of Lord Jesus Christ. നമ്മൾ ഓരോ ദിവസവും കർത്താവ് നമ്മളെ നടത്തുന്ന വിധം അത്ഭുതമാണ്, അല്ലെ, മിറാക്കിളാണ്. നമ്മൾ നടക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ്. നമുക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ തരുന്ന ദൈവം, നമുക്ക് വേണ്ടി പ്രൊവിഷൻ തരുന്ന ദൈവം, നമുക്ക് വേണ്ടി ഡിറക്ഷൻ തരുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനും പ്രൊവിഷനും ഡിറക്ഷനും നമ്മൾ ഓരോ ദിവസവും അനുഭവിക്കണം. ഞാൻ നിങ്ങളൊരു ചെറിയ കഥ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു വലിയൊരു കൊടുങ്കാറ്റിൽപ്പെട്ട് ഒരു കപ്പൽ മുങ്ങുവാനിടയിൽ അതിൽ ഒരു വ്യക്തി ഒഴിച്ച് ബാക്കി എല്ലാവരും മരിച്ചു പോയി. എന്നാൽ ആ വ്യക്തി എങ്ങനെയോ സർവൈവ് ചെയ്ത് കരയ്ക്കടിഞ്ഞ് ഒരു ചെറിയ ദ്വീപിലേക്ക് അദ്ദേഹം അടിഞ്ഞുകൊണ്ടായി. അദ്ദേഹം കരയാൻ തുടങ്ങി, പരിഭ്രാന്തനായി. അവിടെ എല്ലാം അന്വേഷിച്ചു, എങ്ങനെയും ഒരു വേ പുറത്തോട്ട് കടക്കാൻ ഏതെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന്, ഏതെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് അദ്ദേഹം നോക്കി. പക്ഷെങ്കിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അദ്ദേഹം നിരാശപ്പെട്ടു. അത് എങ്ങോട്ട് കടക്കണം, എങ്ങനെ ഇവിടുന്ന് പുറത്ത് ചാടാം, എങ്ങനെ രക്ഷ പ്രാപിക്കാം, ഒന്നും തന്നെ അദ്ദേഹത്തിന് മനസ്സിലായില്ല. അങ്ങനെ ഇതും അദ്ദേഹം അവിടെ സമുദ്രത്തിലുള്ള മീനുകളെയും അതുപോലെ തന്നെ ആ ദ്വീപിലുള്ള ആഹാരങ്ങളൊക്കെ അദ്ദേഹം സ്വയമായിട്ട് റെഡിയാക്കി ഭക്ഷണത്തിൽ കഴിക്കുവാൻ തുടങ്ങി. അദ്ദേഹം ഒരു ചെറിയൊരു കുടിലൊക്കെ കെട്ടി അവിടെ താമസിക്കാൻ തുടങ്ങി. ഓരോ ദിവസവും നോക്കി ദൈവമേ എന്നെ എങ്ങനെയും ഇവിടെ നിന്ന് രക്ഷിക്കണമെന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ ഒന്നുമില്ല, ഒരനക്കവും ഇല്ല, ഒരു രക്ഷിക്കാൻ ആരും വന്നില്ല. അദ്ദേഹം ആ ദ്വീപിൽ തീർത്തും ഒറ്റപ്പെട്ടു പോയി. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ആഹാരത്തിനായി അത് ഉൾക്കാട്ടിലോട്ട് പോയി തിരിച്ചു വന്ന സമയത്ത് തനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഷെൽട്ടർ, തന്റെ പാർപ്പിടം, തന്റെ കുടിൽ കത്തി നശിക്കുന്ന കണ്ടു, വലിയ അഗ്നിക്കിരയാന്ന് കണ്ടു. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വിട്ട് കരഞ്ഞു, എൻ്റെ ദൈവമേ, എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു പാർപ്പിടം, ആകെ ഉണ്ടായിരുന്ന ഷെൽട്ടർ ഇതും പോയി. ഇനി ഞാൻ എന്ത് ചെയ്യും, ഇനി ഞാൻ എങ്ങനെയാണ് ഇത് മുമ്പോട്ട് ഒരു ദിവസം ഞാൻ പോകുന്നെന്ന് കരയുവാൻ തുടങ്ങി. അന്നേരം ഒന്നും വെച്ചില്ല. പിറ്റേ ദിവസം നോക്കുമ്പോൾ ഒരു കപ്പൽ ഈ ദ്വീപിലേക്ക് അടുത്ത് വരുന്നത് കണ്ടു. അത് ഓടിച്ചെന്നും അവർ പറഞ്ഞു കയറി വരാൻ പറഞ്ഞു. എങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക് ഞാൻ ഇങ്ങനൊരു മനുഷ്യനോട് പെട്ടുപോയെന്ന് നിങ്ങൾ എങ്ങനെ ഇത് മനസ്സിലാക്കിയെന്ന് ചോദിച്ചു. ഉടനെ ഇപ്രകാരം അവർ പറഞ്ഞു, നിങ്ങൾ ഇന്നലെ കാണിച്ചൊരു സിഗ്നലാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചതെന്ന് പറഞ്ഞു. ഞങ്ങൾ സിഗ്നൽ ഒന്നും തന്നെ കാണിച്ചില്ലല്ലോ, നിങ്ങൾ എന്തിനെ പറ്റിയാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ പറയുന്നതോ ഇന്നലെ വലിയ തീയും പുകയും ഞങ്ങൾ കണ്ടു, ഒരു അഗ്നിയുടെ സിഗ്നൽ ഞങ്ങൾ കണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കി ഈ ദ്വീപിൽ ആരും ഒറ്റപ്പെട്ടുണ്ട്, അത് നോക്കുവാൻ വേണ്ടി ഞങ്ങൾ ഓടി വന്നു എന്ന് പറഞ്ഞു. ഒന്ന് ഓർത്ത് നോക്കി, പലപ്പോഴും നമ്മുടെ മുമ്പിൽ വലിയൊരു മതിൽ കാരണം ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ പ്ലാൻ നമ്മൾ കാണാതെ പോവാണ്. പലപ്പോഴും പ്രശ്നത്തിന്റെ മതിൽ, നെഗറ്റീവിന്റെ മതിൽ, നിരാശയുടെ മതിൽ, നടക്കത്തില്ലെന്നുള്ള മതിൽ, ഇമ്പോസിബിലിറ്റിയുടെ മതിൽ, ഇതെല്ലാം നീക്കി ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ യു ആൻഡ് മീ. ദൈവത്തിന് നമ്മളെ കുറിച്ച് പദ്ധതിയുണ്ട്. ആ പദ്ധതി കർത്താവ് നടത്തുക തന്നെ ചെയ്യും. നിന്റെ വിചാരമല്ല എൻ്റെ വിചാരം, നിന്റെ വഴികളല്ല എൻ്റെ വഴിയെന്ന് വചനം പറഞ്ഞ പോലെ കർത്താവ് നമ്മളെ നടത്തും. അതുപോലെ ആ ഒരു ചെറിയ കഥയിൽ കൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി അതേ നടക്കുകയുള്ളൂ. നിങ്ങൾ ആരെങ്കിലും സങ്കടത്തിലോ ഭാരത്തിലോ വിഷമത്തിലോ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണോ, കർത്താവ്